ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്നത് പോലെ അതിമനോഹരമായ യെല്ലോ കളർ പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കാലാലില്ലി പൂക്കളാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ഇത് വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു യെല്ലോ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലൊരു ഹാർട്ട് വരച്ചു കൊടുക്കാം. അത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ആയിരിക്കും കേട്ടോ കാണാൻ. അതിനുശേഷം നമുക്ക് ഇനി വേറെയും ഹാർട്ടുകൾ ഇതിൽ വരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് ഹാർട്ടുകൾ നമുക്ക് വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഈ രണ്ട് വശം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് തണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ഞാനൊരു ഈർക്കിൾ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ആ ഈർക്കിൾ വലിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു തണ്ട് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഓറഞ്ച് കളർ ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നില്ലേ, ഈ ഒരു കാലാലില്ലി ഫ്ലവർ നമുക്ക് ഇതിലും മനോഹരമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിന് പകരം ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിലും മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇത് ഞാൻ കുട്ടികൾക്കും ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഹാർട്ടിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഈ സ്റ്റെമ്മ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഫ്ലവർ കിട്ടുക. ഇത് പേപ്പർ ഉപയോഗിച്ച് ചെയ്തതായതുകൊണ്ട് തന്നെ അത്ര ഫിനിഷിംഗ് ലുക്ക് കിട്ടില്ല കേട്ടോ. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോളൂ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിന്മേൽ ലീഫും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ മറക്കല്ലേ. ഇന്നത്തെ ക്രാഫ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇനിയും ഇത്തരം ഈസി ക്രാഫ്റ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു ദിവസം അടുത്ത അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.